വെൽക്കം ടു അശ്വതീസ് വെഡിങ് ഷോപ്പിംഗ് പാർട്ട് 2. അപ്പം ഇന്ന് നമുക്ക് ഒരുപാട് പണിയുണ്ട്. പക്ഷെ അതിനു മുന്നേ ഇവൾക്ക് PC ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ PC ഒക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സർവ്വമായൊക്കെ കാണാൻ പോയിരുന്നു. ദെൻ നമ്മൾ നേരെ പോയിരുന്നത് സിൽക്ക് മന്ദിറിലോട്ടായിരുന്നു കേട്ടോ. കാരണം വെഡിങ്ങിന് മാത്രം ഷോപ്പ് ചെയ്താൽ പോരാ, പാർട്ടി ഉണ്ട്, ടോൾക്കി നൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ നേരെ എത്തി. അശ്വതിന്റെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് അവളെ മീറ്റ് ചെയ്തു. ദെൻ നമ്മൾ ഒന്നിച്ച് ആദരിക്കും സാരി എടുക്കാനുണ്ട്, എനിക്ക് പാർട്ടിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ പോയി ഫസ്റ്റ് ഇവർക്ക് കുറെ സാരീസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ മേരക്കൊരു ഒരു ബ്ലൂ ടിൻഡഡ് ഷെയ്ഡ്സ് ആയിരുന്നു ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. അങ്ങനെ കുറെ നോക്കി അവളും ഡ്രസ്സ് ലാസ്റ്റ് സെലക്ട് ചെയ്തു. നമ്മൾ ഈ ഒരു കാര്യത്തിലൊക്കെ ഒരുപാട് ക്ഷമയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. കാരണം നമുക്ക് കറക്റ്റ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് കറക്റ്റ് എക്സാക്റ്റ് കിട്ടുന്നവരെ എത്ര വേണേലും ഞാൻ അലയും. പിന്നെ പാർട്ടിയുടെ ഫംഗ്ഷന്റെ കളർ കോഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലാക്ക് എന്ത് തീം ചൂസ് ചെയ്യണമെന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. റെഡിമെയ്ഡ്സ് നോക്കി, പിന്നെ മെറ്റീരിയൽസ് നോക്കി. ലാസ്റ്റ് ഞാനൊരു സംഭവം കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ, ഏറെക്കുറെ അതാണ് കേട്ടോ ഇത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് ഡ്രസ്സാണെന്ന് എന്നോട് ചോദിക്കരുത്. റെഡി ടു വെയർ സാരി ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എനിക്കറിയില്ല. ഞാൻ കൈയോടെ അതിനെ പൊക്കി. എനിക്ക് അത്യാവശ്യം നല്ല ലൂസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കുറച്ച് ഓൾട്രേഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തി അമ്മേനോട് കുറെ കഥയൊക്കെ പറഞ്ഞിട്ട് നേരെ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡാൻസ് പ്രാക്ടീസിന് പോയി. കാരണം കല്യാണത്തിന് മെയിൻ ആണല്ലോ ഡാൻസ്. കല്യാണത്തിന് പറ്റിയില്ലെങ്കിലും പാർട്ടിക്കുള്ള ഡാൻസ് കളിക്കണം, അത് നിർബന്ധമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഡേ അങ്ങ് അവസാനിച്ചു. അപ്പം സീ ഓൺ പാർട്ട് 3.